ഹലോ എവ്രിവൺ, വെൽക്കം. ഞങ്ങളുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ പോകുന്നത്, ഞങ്ങൾക്ക് 3 പേർക്കും, എനിക്കും നീലിനും ബാലിനും ബോർഡ് ഗെയിംസ് ഒക്കെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ബോർഡ് ഗെയിംസ് കളിക്കാൻ വേണ്ടിയിട്ട് ഒരു മ്യൂസിയത്തിലേക്കാണ് പോകുന്നത്, അല്ലേ? എന്താ മ്യൂസിയത്തിന്റെ പേര്? സ്വിസ് മ്യൂസിയം ദി ജെ, മീൻസ് മ്യൂസിയം ഓഫ് ഗെയിംസ്, സ്വിറ്റ്സർലാൻഡ്. അവിടെ കുറെ ഗെയിംസ് ഉണ്ട്. പിന്നെ ഇപ്പൊ അവിടെ ടെമ്പററി എക്സിബിഷൻ നടക്കുന്നുണ്ടെന്നാ പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് അവിടെ ചെന്നിട്ട് അവിടെ കാണുന്നതെല്ലാം ഞങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, ബൈ. അപ്പ ചേച്ചി അതാ ഇങ്ങോട്ടേക്ക് വൺ. അയ്യോ, ഹലോ guys, we are going to a museum. വേഗം കളിച്ചോ, പെട്ടെന്ന് കളിച്ചാ നിങ്ങക്ക് തോറ്റിട്ട് അമ്മക്ക് ജയിക്കാം. എന്താ തോന്നുന്നു ബാൽ? ഞാൻ ജയിക്കോ നീ ജയിക്കോ? എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് സ്ട്രാറ്റജി? ഓന്റെ 4 ഉണ്ട്. ഓന്റെ 4 ഉണ്ട്. ഓന് വിളിച്ചൂടെ? ഓന് 4 വെച്ചോ? ഓൻ വെച്ചോ? എന്തിനാ എടുത്ത്? അതല്ലേ ഞാൻ ചോദിച്ചത്. കൂട്ടിക്കോ കൂട്ടിക്കോ, കൊറേ ഉണ്ടല്ലോ. എന്ത് കാണിച്ചിട്ടേ? 7 + 8 15. 15 + 7 22. 15 + 7 കാണിച്ചേ. അത് കാണിക്കണേ ഇവിടെ. 22 + 22 + 9 31. 31 + 6 37. 5. ഫൈനൽ സ്കോർ പറ. പറ. 36. എനിക്ക് 0 കിട്ടി. എടാ മോനെ, ഇതൊക്കെ വെച്ച് ബ്ലോക്ക് ചെയ്യണോ? ഫൈനൽ സ്കോർ അപ്പ 49. അപ്പ 49. 49. നീൽ 92. നീൽ 92. അമ്മ 0. അല്ല അമ്മ 20. അപ്പൊക്ക് എത്ര? 46. 46ഓ? 49. അയ്യേ അമ്മ ജയിച്ചു. ഇറങ്ങാൻ പോകുന്ന സ്റ്റോപ്പിന്റെ പേരെന്താ? വെവേ. സമയം ഇപ്പം 10:26 അല്ലേ? നമ്മള് 9:34 സ്റ്റാർട്ട് ചെയ്ത്. 11 o'clock ഓപ്പൺ ചെയ്യുള്ളൂ. ഇപ്പൊ 10:36. ഏതല്ല പറഞ്ഞത്? നമ്മൾ ജനീവന്ന് എത്ര മണിക്കാണോ സ്റ്റാർട്ട് ചെയ്തത്? 9:30 ഒക്കെ ആയപ്പോ അല്ലേ? 9:20 ആയപ്പം സ്റ്റാർട്ട് ചെയ്തു. അപ്പം നമ്മളൊരു 1 hour ഒക്കെ എടുത്ത് ഇവിടെ എത്തി. ഇനി നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകും. പക്ഷെ ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് ഓപ്പൺ ആവുള്ളൂ മ്യൂസിയം. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ടെമ്പറേച്ചർ നോക്കിയപ്പോഴാണ് -3 ഉണ്ട്. പക്ഷെ അത്ര തണുപ്പ് കുഴപ്പമില്ലാത്ത തണുപ്പ്. വലിയ കാറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്ര സീനില്ല. പിന്നെ ഇവിടുന്ന് ഒരു ബസ് കയറിയിട്ട് വേണം ആ മ്യൂസിയം ഉള്ള സ്ഥലത്തേക്ക് എത്താൻ. ഗെയിംസ് മ്യൂസിയം. ഞങ്ങൾ അതിനെപ്പറ്റി ഞാനിങ്ങനെ വായിച്ചു നോക്കിയപ്പോൾ അവിടെ ഭയങ്കര പണ്ടത്തെ മിക്ക കൺട്രീസിലെയും പഴയ ഗെയിംസൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ത്യയിലെ ഏതോ ഗെയിംസൊക്കെ ഉണ്ട്, പോയി നോക്കണം. പിന്നെ ഇവിടെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരു മാർക്കറ്റ് ഉണ്ട്. സാറ്റർഡേ മാർക്കറ്റാണെന്ന് തോന്നുന്നു. കണ്ടിട്ടൊരു ചെറിയ സെറ്റപ്പ്. സ്പൈഡർമാൻ എന്താണ് സ്പൈഡർമാൻ? ഓ, ഇതേ ആ കാണുന്നത് തന്നെയാണ്. അതാ അവിടെ കാണുന്നത്, അതാ മ്യൂസിയം. ഇത് കാണിച്ചത് അതാണ്.
അതാ മ്യൂസിയം. ഈ കാണുന്നതാണ് ലേക്ക് ജനീവ. ജനീവയുടെ ഒരു എൻഡിൽ ഇതാണ് നമ്മുടെ ഇപ്പോൾ പോകുന്ന സ്വിറ്റ്സർലാൻഡ് മ്യൂസിയം ഓഫ് ഗെയിംസ്. അത് ഈ നമ്മുടെ ലേക്കിൻ്റെ ഈ ഒറ്റ മിനിറ്റ് ഞാനിവിടെ ഇരുന്നോട്ടെ എന്നിട്ട് പറയാം. ഈ ജനീവ ലേക്കിൻ്റെ ഈസ്റ്റേൺ സൈഡിലെ ഷോറിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് 13th സെഞ്ച്വറിയിൽ ബിൽഡ് ചെയ്ത ഒരു കാസിലാണിത്. ആ കാസിലിൽ അന്നത്തെ കാലത്ത് ഈ ലേക്കിലെ ട്രാഫിക്കൊക്കെ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ഫോർട്രസ് ആയിരുന്നു ഇത്. പിന്നെ അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ് 1987 ഇത് ഇങ്ങനെ സ്വിറ്റ്സർലാൻഡ് മ്യൂസിയം ആക്കി മാറ്റി. മ്യൂസിയം ഓഫ് ഗെയിംസ്, സ്വിറ്റ്സർലാൻഡിലെ ഫസ്റ്റ് ഗെയിമിന് വേണ്ടി, ബോർഡ് ഗെയിംസിന് വേണ്ടി മാത്രമുള്ള ഒരു മ്യൂസിയമാണിത്. ഇപ്പോഴും അങ്ങനെ തന്നെ, ഇപ്പോഴും ഇത് ബോർഡ് ഗെയിംസിന് വേണ്ടിയിട്ടുള്ള മ്യൂസിയമാണ്. അതും ഇപ്പോൾ സ്വിറ്റ്സർലാൻഡ് ഗെയിംസ് മാത്രമല്ല, സ്വിറ്റ്സർലാൻഡിലെ ആൾക്കാർ കളിക്കുന്ന ഗെയിംസ് മാത്രമല്ല, ഈവൻ ഇന്ത്യയിലെ ആണെങ്കിലും ആഫ്രിക്കയിലെയും ചൈനയിലെയും ഒക്കെ ഗെയിംസ് ഉണ്ട്. ഇന്ത്യയിൽ തന്നെ പച്ചീസിയോ അങ്ങനെ പറഞ്ഞൊരു ഗെയിം, സോറി എനിക്കറിയില്ല ഗെയിമിൻ്റെ പേരെന്താണ്. പിന്നെ ചൈനയിൽ നിന്ന് മോജാങ് എന്ന് പറയുന്ന എന്തോ ഒരു ഗെയിം, അങ്ങനെ കുറേ ഗെയിംസ് ഉണ്ട്. അതിൻ്റെ റൂൾസും ഉണ്ട്. നമുക്ക് കാണുക മാത്രമല്ല കളിക്കുകയും ചെയ്യാൻ പറ്റും കുറേ ഗെയിംസ്. അങ്ങനെ ഞങ്ങൾ ഇന്നത്തേക്ക് കയറാൻ പോവാ. നീൽ ഓടി വരുന്നുണ്ട് എന്നെ വിളിക്കാൻ വേണ്ടിയിട്ട്. എന്താ നീലു, കയറാനായോ അതിന് സമയം? ഇല്ലല്ലോ, 11 o'clock ആകുമ്പോഴല്ലേ ടിക്കറ്റ് കിട്ടുള്ളൂ. ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ കാണുന്ന വ്യൂ ഇതൊക്കെയാണ്. ഒരു ഇങ്ങനെ ലേക്കിൻ്റെ സൈഡിൽ കൂടെ നടക്കാനുള്ള ഒരു വഴിയും, ഒരു നല്ല രസമുണ്ട്. നല്ല വ്യൂ ആണ് കാണാനും. പിന്നെ നല്ല തണുപ്പും, ലേക്കിൻ്റെ സൈഡിലായതുകൊണ്ട് നല്ല തണുപ്പുണ്ട്. എൻ്റെ അച്ഛൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നല്ല കിച്ചുകിച്ചാന്നുള്ള തണുപ്പ്. ഇവിടെയൊക്കെ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുക, ഈ മ്യൂസിയം, അതായത് ഈ കാണുന്ന മ്യൂസിയം ഉണ്ടല്ലോ, ഈ മ്യൂസിയം 13th സെഞ്ച്വറിയിൽ ഫോർട്രസ്സൊക്കെ ആയിരുന്നല്ലോ. അപ്പം അന്നത്തെ കാലത്തെ ഒരു കാസിൽ ഷത്തു തന്നെയാണിത്. അപ്പോൾ അത് ഉണ്ടാക്കിയത് ഇങ്ങനെ ഇത് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടുത്തെ ജനീവ ലേക്കിലുണ്ടാവുന്ന ആളുകൾ വരുന്നതും അതൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നു, ഇവിടെ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അല്ലേ അന്നൊക്കെ നടന്നിട്ടുള്ളത്, ആരൊക്കെ ആയിരിക്കും സ്റ്റേ ചെയ്തിട്ടുള്ളത്. അങ്ങനെ കുറേ കഥകളുണ്ടാവില്ലേ ഈ മ്യൂസിയത്തിനും പറയാൻ. ഇതാണ് ഈ മ്യൂസിയത്തിൻ്റെ പേര്, മ്യൂസിയ സ്വിസ് ദ ഷൂ, മീൻസ് മ്യൂസിയം, സ്വിറ്റ്സർലാൻഡ് മ്യൂസിയം ഓഫ് ഗെയിംസ്, സ്വിസ് മ്യൂസിയം ഓഫ് ഗെയിംസ്. എന്നിട്ട് അതിൻ്റെ ഇത് വെച്ചേക്കുന്ന രസമുണ്ടല്ലോ എടാ, ടിക് ടാക്ടോ. പോയി നോക്കട്ടെ. ടിക് ടാക്ടോ മുതൽ ഉള്ള എല്ലാ കളികളും, മോണോപോളി, അങ്ങനെ കുറേ ബോർഡ് ഗെയിംസ് ഉണ്ടെന്ന്. മോണോപോളി ഉണ്ട്. നീലിൻ്റെ ഫേവറേറ്റ് ഗെയിമായ മൈൻക്രാഫ്റ്റും ഉണ്ടായിരിക്കുമായിരിക്കും. ഇതുവഴിയാണ് നമ്മൾ കയറേണ്ടത്. ഇങ്ങനെ കയറുമ്പോൾ അത് തൊട്ടപ്പുറത്ത് ലേക്കാണ്. ഇങ്ങനെ അടിപൊളി. നീലപ്പത്തേക്കും വെളിയിലൊരു ഗെയിമുണ്ട്, നീല അത് കളിക്കുക. ഫസ്റ്റ് ഗെയിം അല്ലേ, കളിക്കാം. ഈ കെട്ടിടം കാണാൻ അടിപൊളി, നല്ല ഭംഗിയുള്ള ഒരു കെട്ടിടം. പഴയ, അത്ര വലിപ്പമൊന്നുമില്ല അല്ലേ ബൾ, ചെറുതാണ് കേട്ടോ. ഇവിടുത്തെ പൂക്കള് നോക്ക്, ഈ വിന്ററിൽ ഈ പൂക്കള് ഉണ്ടായിട്ടുണ്ടല്ലോ. Appa's white, Amma's black. ഇങ്ങനെ ഒരു വഴിയുണ്ടല്ലേ. ഇതൊക്കെ പണ്ട് അന്ന് കെട്ടിയത് തന്നെയായിരിക്കും, 13th സെഞ്ച്വറിയിലുള്ളത് തന്നെയായിരിക്കും. കാരണം കുറച്ച് ഓൾഡ് ലുക്ക് ഉണ്ടല്ലോ. വാവ്, പക്ഷിയുടെ സൗണ്ട് കേൾക്കുന്ന കേട്ടോ.
ഇതൊരു ഗുഹയാണോ? ഓ Can't go because fall പട്ടിയ അവിടെ. ഓ ഫോർട്ടെത്തി. ഇത് നോക്ക്. അമേസിംഗ് ഫൈൻഡ് അല്ലേ? അത് അടിപൊളി അല്ലേ? ഓ ഇതിങ്ങനെ വന്ന് പണ്ട് ഇതുവഴി തന്നെ ലേക്കിലേക്ക് ഇറങ്ങാം അല്ലേ? ഓ ഇത് അടിപൊളി. ഇത് നോക്കപ്പാ. ആ ഏതാണ്? വരൂ അമ്മ ഒന്ന് നടന്നു നോക്കട്ടെ. നോക്ക് എന്ത് ക്ലിയർ വെള്ളം നോക്ക്. എന്ത് ട്രാൻസ്പെറന്റാ വെള്ളം നോക്കടോ. ഇത് നോക്ക് എന്ത് ട്രാൻസ്പെറന്റാ വെള്ളം. പക്ഷേ നമ്മുടെ അവിടുത്തെ കളറില്ല അല്ലേ? ഇതാ ഇങ്ങനെ നടന്നാ കാണിച്ചു തരാം. ഇവിടെ ഇങ്ങനെ നടന്ന് ഇതിന്റെ മുന്നിലെത്താം. വാ ഇവിടെ ഇരിക്കാം. ഉച്ചയ്ക്ക് നമുക്ക് ഫുഡ് ഇവിടുന്ന് ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഫുഡ് ഇവിടെ വന്നിരുന്ന് കഴിക്കാൻ തോന്നുന്നു. ഓ ഇതേ അവിടെ ആൾക്കാർ നീലും കണ്ടോ? ചൂണ്ട ഇടുന്നുണ്ട് ആൾക്കാർ. കണ്ടോ ഫിഷ് പിടിക്കുന്നേ? ആയി പറ ബാൽ അവിടുന്ന്. ബാൽ മുമ്പേ കിട്ടിയില്ല, കാണിച്ചേ. ആ സ്ഥലം കാണാൻ നല്ല രസമുണ്ട്. ആ അതാ 11 മണിയുടെ മണി അടിച്ചു. ഇപ്പോൾ തുറന്നിട്ടുണ്ടാവും, ഓപ്പൺ ആക്കിയിട്ടുണ്ടാവും. നോക്കി എന്ത് രസമാണ് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാനൊക്കെ. എന്ത് ട്രാൻസ്പെറൻ്റാ വെള്ളം നോക്ക്. അടിപൊളി. സമ്മറൊക്കെ ആകുമ്പോൾ ഇതിനകത്ത് ഇഷ്ടം പടി പേര് നീന്താനുണ്ടാവും. എന്താ പറയുക, ഇത് മണിയടിച്ച സ്ഥിതിക്ക് ഇപ്പം തുറന്നിട്ടുണ്ടാവും. ബാലും നീലും അങ്ങോട്ട് ഓടിയിട്ടുണ്ട്. ടിക്കറ്റ് എടുക്കാൻ ഓടേണ്ട ആവശ്യമൊന്നും ഇല്ല. ആക്ച്വലി അത്രയും പേരൊന്നും ഇല്ല. ഓ ഇവിടെ ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ഇവിടെ നിന്ന് തന്നെ ഫുഡ് കഴിക്കാം. നമ്മൾ വന്ന വഴി തന്നെ തിരിച്ചു പോകാം. ഇത് കണ്ട് അവിടെ ഒരു ഡോഗ് പാർക്കല്ല, ഒരു പാർക്കാന്ന് തോന്നുന്നു, സാധാ പബ്ലിക് പാർക്ക്. പിന്നെ ഇവിടെ എല്ലായിടത്തും ഡോഗിനെ കൊണ്ടുവരാം. അപ്പോൾ എന്താ ഒരു നല്ല സ്ഥലം. ഇവിടേക്ക് താമസിക്കുന്നവർ അടിപൊളിയായിരിക്കും. കാരണം തൊട്ടടുത്ത ലേക്കിൻ്റെ തൊട്ടടുത്തല്ലേ വീട്. നല്ല വ്യൂവും എന്ത് ക്ലീനാന്ന് നോക്കി. നമുക്ക് ഉള്ളിലേക്ക് കയറാം. ഇനി അവിടെ പോയി ആദ്യം വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നറിയില്ല. വീഡിയോ എടുക്കാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ വീഡിയോ എടുത്ത് ഓരോ ഗെയിം കളിക്കുന്നതൊക്കെ ഇടയ്ക്ക് കാണിച്ചു തരാം. ഇല്ലെങ്കിൽ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കുമ്പോൾ കാണാം. അകത്തെത്തി. ഇവിടുന്നാണ് ടിക്കറ്റ് എടുക്കണം. എന്നിട്ട് അകത്തേക്ക് പോവും. ഇവിടെ ഇങ്ങനെ ലോക്കറുണ്ടല്ലേ, അത് നന്നായി. അപ്പോൾ എല്ലാം ഊരി ഇവിടെ വെച്ചിട്ട് പോവാം. സമാധാനമായിട്ട് കളിക്കാം. എൻ്റെയും വെക്കണം, നീലും അമ്മയുടെയും വെക്കണേ. എന്നാ ദൂരം തരാം. ഈ ഗെയിംസ് ഇതൊക്കെ ഓരോരോ ഗെയിംസ് ആണ്. ഇതില് ഈ ഗെയിം ഒന്നും ഞാൻ കളിച്ചിട്ടില്ല. ഇത് ഞങ്ങള് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഞങ്ങൾ ബോർഡ് ഗെയിം അറീന എന്ന് പറഞ്ഞ ഒരു ഇതിൽ കളിച്ചിട്ടുണ്ട്. ഇത് ശശി കാണുന്നുണ്ട്. ശശി ഇത് കണ്ടോ, ഡബിൾ കളിച്ചുകൊണ്ടിരുന്ന ആ ഗെയിം. ആ തീ പോലത്തെ മുടിയുള്ളാണോ നീ? ആണോ? ബ്ലാങ്ക് ആണോ നീ? ഓ മഞ്ഞ ഷെഡി. ഓ ഫസ്റ്റ് ഗെയിം ഞങ്ങൾ കളിക്കുന്നതേ ഉള്ളൂ. ഫുൾ ഡേ ഞങ്ങൾ അവിടെ കളിച്ചു. പിന്നെ ഫുഡ് കഴിക്കാൻ ലേക്കിൻ്റെ അവിടെ പോയപ്പം അതും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അതൊക്കെ അടുത്ത വീഡിയോയിൽ. സന്തോഷം നിറഞ്ഞൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. ബൈ. അപ്പോൾ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം.